ബിഗ് ബോസ് സീസൺ 7 വെള്ളിയാഴ്ച വൈകിട്ടത്തെ എപ്പിസോഡാണ് മലയാളം. ഇനി ഫിനാലയ്ക്ക് 3 ദിവസമേ ഉള്ളൂ. എന്തായാലും നമുക്ക് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് പോവാം. ഇവിടെ നിന്ന് എബിറ്റായി പോയ എല്ലാ കണ്ടസ്റ്റൻറ്റുകളും ബിഗ് ബോസ് വീട്ടിനകത്തുണ്ട്. നമുക്ക് അവിടെ എന്ത് നടക്കുന്നെന്ന് നമുക്ക് നോക്കിയാലോ. ബിഗ് ബോസ് വീട്ടിലെ കിച്ചണിലേക്ക് പോയാലോ. അവിടെയാണെങ്കിൽ അനിമോളുണ്ട്, ജിസിനുണ്ട്, ഷാനവാസുണ്ട്. ഇവരൊക്കെ അവിടെ വേവിക്കുകയാണ്. ബാക്കി കുറച്ച് സ്ത്രീകൾ അങ്ങും ഒക്കെ ഇരിപ്പുണ്ട്. എന്ന് വെച്ചാൽ അനിമോളെ പറ്റി കുറ്റം പറയണമല്ലേ, കുശുമ്പ് പറയണമല്ലേ, അത് അവരൊരു ശീലമാണ്. അങ്ങനെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഓരോരുത്തർ കുത്തി കുത്തി പറയുന്നത്. അത് അവർക്കൊരു സന്തോഷമാണല്ലോ. അതിനുശേഷം ബിഗ് ബോസ് എല്ലാവരുടെ പുറത്ത് വന്നിരിക്കാൻ പറയുന്നു. മോർണിംഗ് ടാസ്ക് കൊടുക്കുന്നു. ഇവിടെ 6 കണ്ടസ്റ്റൻ്റ് ഉണ്ട്. അവർക്ക് വിജയാശംസകൾ നേരുന്നതിനുള്ള ഇതാണ്. അങ്ങനെ അവരെ പറ്റി കുറച്ച് ആളുകൾ അവിടെ പുറത്തുനിന്ന് വന്ന കണ്ടസ്റ്റൻ്റാണ് പറയേണ്ടത്. അവരൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ അതിൻ്റെ ഇടയിൽ അനിമോളെ കുത്താൻ കുറച്ച് സ്ത്രീകൾക്ക് ഭയങ്കര വെമ്പൽ മുട്ടിയിരിക്കുകയില്ല. അപ്പം അവരൊക്കെ കുത്തുന്നുണ്ട് അതിനകത്ത്. ബിഗ് ബോസ് ഒരു പാട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രാവിലെ. എല്ലാവരും ആ പാട്ടിനൊത്ത് ഡാൻസ് കളിച്ച് അടിച്ച് പൊളിക്കുന്നുണ്ട്. അടിപൊളി ഒരു ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു. എല്ലാവരും കൂടി എൻജോയ് ചെയ്തു. ഇടയിൽ പുറത്തുനിന്ന് കുറച്ച് കണ്ടസ്റ്റൻറ്റ് വന്നത് നൂറയുടെ വശം കൂടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അനിമോളെ ശത്രുവാണ്. അവൾ കപ്പെടുക്കാൻ പാടില്ല, അവളെ നാറ്റുക, ഇവിടെ വെച്ച് തന്നെ അവളെ നാറ്റുക, നാറ്റി തൊലയ്ക്കുക, അവളെ ജീവിതം പുറത്ത് അവളെ നശിപ്പിക്കുക എന്ന് പറഞ്ഞ് 3-4 സ്ത്രീകൾ അവിടെ ഉണ്ട്. എൻ്റെ പൊന്നോ, ഇവക്കൊക്കെ ഓസ്കാർ കിട്ടിയാൽ പോലും പറ്റത്തില്ല കേട്ടോ. അത്രയ്ക്ക് കുശുമ്പിൻ്റെയും കുഞ്ഞാഴ്മയുടെയും സ്ത്രീകളെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവളുമാരവിടെ കളം ഒരുക്കുന്നുണ്ട്. ഇതിനിടയിൽ അക്ബറും കുശുകുശായി ഓരോരുത്തരടുത്ത് അനിമോൾ PR-നെ അടുത്ത് പറഞ്ഞു, എൻ്റെ ജീവിതം തകർക്കാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് അക്ബറും അവിടെ കളിക്കുന്നുണ്ട്. ഇതൊക്കെ ചെറുതായിട്ട് അനിമോൾ കേൾക്കുന്നുണ്ട്. ഓരോരുത്തർ ചെന്ന് അനിമോളടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെന്ന്. അനിമോളൊന്നും മിണ്ടുന്നില്ല. ഇതിനിടയ്ക്ക് ജിസിനും അനിമോളും കൂടി പുറത്തിരുന്ന് സംസാരിക്കുന്നു. അപ്പം ജിസിൻ ചോദിക്കുന്നു, നീ അക്ബറെ പറ്റി വല്ലതും ആതിരയെടുത്തും നൂറയെടുത്തും പറഞ്ഞ് ഇല്ല, നമ്മൾ കളിക്കുന്ന സമയത്ത് പറയില്ലേ ഇങ്ങനെ ചില സ്വഭാവം കാണുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല, പുറത്ത് പോകണം ആയിരുന്നെങ്കിൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു ഞാൻ, അല്ലാതെ വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ജിസിൻ ചേട്ടൻ എന്നെ അറിഞ്ഞൂടെ, ഞാൻ അങ്ങനെ പറയുമോ? ഞാനും കുറച്ചൊക്കെ കേട്ടു ജിസിൻ ചേട്ടാ, ഒരിക്കലും അങ്ങനെ ഒരു ദ്രോഹം ചെയ്യാൻ ഞാൻ പറയില്ല, ഞാനൊരു പെണ്ണല്ലേ എന്ന് അനിമോള് ചോദിക്കുന്നു. 7 വർഷം കൊണ്ട് ജിസിൻ ചേട്ടൻ എന്നെ അറിയാം, ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പം ജിസിൻ പറഞ്ഞു, ഇല്ല ഒരിക്കലും നീ അങ്ങനെ ചെയ്യില്ല എന്നാണ് എനിക്കറിയാവുന്ന നീ എന്ന് ജിസിൻ പറയുന്നു. അതിനുശേഷം അനിമോൾ പൊട്ടി പൊട്ടി ഉറക്ക കരയുന്നു. അങ്ങനെ ആളുകളൊക്കെ വന്ന് ചോദിക്കുന്നു, എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നു. നമ്മളെ ലക്ഷ്മി വന്ന് ചോദിക്കുന്നു, എന്താ അനിമോളെ ഇങ്ങനെ കരയുന്ന? അപ്പോൾ കാര്യം പറയുന്നു, അക്ബറെ PR കൊണ്ട് നശിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത് നാട്ടിൽ ചെന്നിട്ട് ആതിര PR നമ്പർ ഞാൻ ആതിരയ്ക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല, എൻ്റെ ഫോൺ നമ്പറാണ് ആതിരയ്ക്ക് കൊടുത്തത്, അതെൻ്റെ ചേച്ചിയാണ് ഉപയോഗിക്കുന്നത്, നീ അവിടെ ചെന്നിട്ട് വിളിക്കണം എന്ന് പറഞ്ഞു. അവളെ ഫോൺ നമ്പർ എനിക്കും തന്നു, ടിഷ്യൂ പേപ്പറിലാണ് എഴുതി തന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അല്ല അങ്ങനെയല്ല, ആതിരയും നൂറയും പറഞ്ഞ് എന്ന് പറഞ്ഞ് അക്ബർ അവിടെ പറയുന്നു. അങ്ങനെ അനിമോൾ എന്ന് പറഞ്ഞ് എനിക്ക് സംസാരിക്കണം, ഞാനങ്ങനെ ചെയ്തിട്ടില്ല, നിന്നോട് എനിക്ക് സംസാരിക്കേണ്ടടി, നീ കള്ളിയാണ്, നീ കൊടും ചതിച്ച് എന്ന് വെച്ചാൽ അവന് പുറത്ത് അനിമോളെ വലിച്ചു കീറണം, അവന് വോട്ട് കിട്ടണം, അവന് ഫസ്റ്റ് വരണം എന്നുള്ള ഒരു ഇത് വെച്ചാണ് അവൻ അവിടെ കുറേ ഷോ കാണിച്ചത്. അത് കള്ള ഷോയാന്ന് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോഴാ മുൻഷി വന്ന് പറഞ്ഞു, അനിമോളെ നിനക്ക് അവൾ തന്ന നമ്പർ നിൻ്റെ കയ്യിൽ ഉണ്ട്, അത് നീ എടുത്ത് കാണിച്ചാൽ മതി, അപ്പം നമുക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ് വിഷമിക്കാതിരി എന്ന് പറഞ്ഞ്. ആണുങ്ങളാണ് കേട്ടോ, കുറച്ച് ആണുങ്ങൾ ആണ് അവളെ ചെന്ന് ആശ്വസിപ്പിക്കുന്നത്. അത് കണക്ക് തന്നെ നമ്മുടെ ലക്ഷ്മി, മസ്താനി ഒക്കെയാണ് അവളെ ആശ്വസിപ്പിക്കുന്നത്. ബാക്കിയുള്ള പെൺകൂട്ടങ്ങൾ എന്ന് തന്നെ പറയണം, അവളൊക്കെ അവിടെ ചുറ്റും കൂടിയിരുന്ന് അവളെ ദുഷിക്കുകയാണ്. സത്യസന്ധം പറയാലോ, ഇത്രയും വൃത്തികെട്ടവളുമാർ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. രേണു സുധി ഇതിലൊന്നിലും ഇടപെടാതെ ദൂരെ മാറി നിൽക്കുകയാണ്. അനിമോളുടെ കരച്ചിൽ കണ്ട് രേണു പറയുന്നു, കരയാതിരി അനിമോളെ, എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്ന എന്ന് രേണു സുധി ചോദിക്കുന്നു. രേണു സുധി എല്ലാവരുടെയും മിണ്ടാൻ പോകുമെങ്കിലും ഞൊണക്കൂട്ടത്തിനകത്ത് ചെന്ന് ചാടാറില്ല. ലക്ഷ്മിയില്ല, മസ്താനി, ഇവർ 3 പെണ്ണുങ്ങൾ വലിയ കുഴപ്പമില്ല കേട്ടോ. എൻ്റെ പൊന്നു, ബാക്കിയൊക്കെ ഒരു അപാരം തന്നെ. എൻ്റെ പൊന്നോ ഈശ്വര, ഇങ്ങനെയുണ്ടാ സ്ത്രീകൾ, കുശുമ്പും കുഞ്ഞാഴ്മയും കൂടിയ സ്ത്രീകൾ. പിന്നെ ബിഗ് ബോസ് വീട്ടിൽ സംഗീത വിരുന്ന്, ശിവാനിയുടെ സംഗീത വിരുന്നായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ അക്ബറും എല്ലാവരും പാടി അടിച്ചു പൊളിച്ചു, നല്ല ഒരിതായിരുന്നു. ഇതിനിടയ്ക്ക് അനിമോൾ കരഞ്ഞുകൊണ്ട് പോയി നൂറയോട് സംസാരിക്കും, ഞാൻ എഴുതി തന്ന നമ്പറല്ലേ, എൻ്റെ നമ്പറല്ലേ എഴുതി തന്നേന്ന് ചോദിക്കുന്നു.